ഹലോ, സുപ്രഭാതം പ്രിയരെ. ഇന്ന് വെറുതെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നു. അപ്പോൾ ഓർത്തു നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ സംസാരിക്കാമെന്ന്. വിഷയം ഇന്നൊരു അമ്പലത്തിലൊരു നേരിയതും മുണ്ടും വേഷ്ടിയും മുണ്ടൊക്കെ കൊടുത്തു പോയപ്പോൾ വസ്ത്രധാരണ സങ്കല്പങ്ങളെക്കുറിച്ചാക്കിയാലോ എന്ന് ഓർത്തു. അപ്പോൾ കേരളീയ തനിമയോടെ ഈ ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന എനിക്ക് ഒരു സന്തോഷം വരും, ഒരു സുഖം, ഒരു സമാധാനം. പ്രകൃതിക്കിണങ്ങിയ ഒരു വേഷ രീതി ആയതുകൊണ്ട്, അതായത് കോട്ടൺ, പ്യുവർ കോട്ടൺ. ഞങ്ങളുടെ അടുത്ത പ്രദേശമാണ് ഈ കുത്താമ്പുള്ളി, വളരെ പ്രസിദ്ധമായ സ്ഥലം. അപ്പോൾ അവിടെ പോയാൽ നല്ല വെറൈറ്റി ഈ വേഷ്ടി മുണ്ടുകളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഉടുക്കുമ്പോൾ നമുക്കൊരു കുലീനത അനുഭവപ്പെടും, നമുക്കൊരു സന്തോഷം അനുഭവപ്പെടും. എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വസ്ത്രധാരണ സങ്കല്പങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് പ്യുവർലി പേഴ്സണലാണ്. അതിൽ നമുക്ക് ഒരു അഭിപ്രായവും പറയാനുള്ള അധികാരമില്ല. അതായത് ആ വസ്ത്രം ധരിക്കുന്ന ആളുടെ ഉത്തമ ബോധ്യവും ഇഷ്ടവും മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ ശരീരം ഉൾക്കൊള്ളുന്ന, അതായത് നമുക്കൊരു കോൺഫിഡൻസോടുകൂടെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. ഇനി അതിനപ്പുറം എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ ജീവിതത്തിൽ സാധിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ അധികാരപരിധിക്കുള്ളിൽ വരുന്ന ആഗ്രഹങ്ങളിൽപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിലൊന്നും പറയാനില്ല. എന്നിരുന്നാൽ പോലും മാന്യമായ വസ്ത്രധാരണം എന്നുള്ളത് ഒരു കേരളീയ സങ്കല്പമാണ്, ഒരു ഭാരതീയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ മാന്യതയുടെ അതിർവരമ്പ് എന്താണെന്നൊക്കെ. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഓരോ വ്യക്തിയാധിഷ്ഠിതമായ കാര്യങ്ങളാണ്. നമ്മൾ പൊതുസമൂഹത്തിൻ്റെ കയ്യടി കിട്ടണമെന്നോ, പൊതുസമൂഹത്തിൻ്റെ നല്ല അഭിപ്രായം കിട്ടണമെന്നോ, അല്ലെങ്കിൽ പൊതുവായിട്ട് കുഴപ്പമില്ല എന്നൊരു രീതിയിലുള്ള അഭിപ്രായം കിട്ടണമെങ്കിലോ ചില മര്യാദകൾ പാലിച്ചേ പറ്റൂ. അപ്പോൾ വൃത്തിയായി വേഷം ധരിക്കേണ്ടി വരും. കാണുന്നവർക്കും നമുക്കും സൗകര്യമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടി വരും. ഇനി അത് നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ സൗകര്യം മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേഷവിധാനം നടത്താവുന്നതാണ്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം, ആരും നമ്മളെ വിമർശിക്കരുത്, ആരും നമ്മളെ നോക്കരുത്, അഭിപ്രായം പറയരുത് എന്നൊന്നും പറയാൻ നമുക്കും അധികാരമില്ല. കാരണം കാണുന്നവർക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വേണ്ടതും വേണ്ടാത്തതും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വിഷമം തോന്നരുത് എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻ, മുൻകരുതൽ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അല്ലെങ്കിൽ വയസ്സായ ആളുകളാണെങ്കിലും നമ്മുടെയൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് അവരെക്കുറിച്ച്. അങ്ങനെ കാണുമ്പോഴാണ് അവർക്കൊക്കെ സന്തോഷം. നാട്ടുകാരെ സന്തോഷപ്പെടുത്തൽ നമ്മുടെ പ്രയോഗേറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കണം, നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ അറിയോ, നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെയാണ് ഒളി ക്യാമറ, എവിടെയാണ് ഒളിയല്ലാത്ത ക്യാമറ, എവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക, എവിടെയാണ് ആക്രമിക്കപ്പെടുക എന്നൊന്നും ഉറപ്പു പറയാൻ പറ്റാത്ത പരിതസ്ഥിതികളും പലയിടത്തും കാണും. അങ്ങനത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണല്ലോ എല്ലാ ലോകം മുഴുവനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ പ്രിക്കോഷൻ എടുത്താലും ഈ പറയുന്നതൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും നമ്മുടെ ഒരു സമാധാനത്തിന്
കുഴപ്പമില്ല എന്നൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത്തരത്തിലുള്ള മൂല്യവത്തായ ചിന്താരീതികൾ നമ്മൾ സ്വാംശീകരിക്കുകയാണെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പൊക്കെ ഇട്ട് നല്ല ചന്തത്തിലുള്ളൊരു കുട്ടി നടന്നു പോവുകയാണ് വിചാരിക്കുക. അത് തന്നെ കാണാൻ അത്ര ഭംഗിയല്ലാത്ത രീതിയിൽ എക്സ്പോസ്ഡായിട്ട് ഇട്ട് നടക്കുന്നൊരു കുട്ടിയും, ഏതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് നല്ല അഭിപ്രായം തോന്നുക? ഒരു കുട്ടിയെ പോലും നമ്മൾ ആ കണ്ണുകൊണ്ട് നോക്കിപ്പോവും. അതൊരു സാധാരണക്കാരൻ്റെ സാധാരണ ലോജിക്കാണ്. അത് നമ്മൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കയ്യടി കിട്ടണോ, ഇഷ്ടം കിട്ടണോ, തെറിവിളി കേൾക്കണോ, ഇതിനെല്ലാം ചെയ്യുന്നവർക്കും അധികാരമുള്ള നാടായതുകൊണ്ട് നമ്മൾ ഒന്ന് അവധാനതയോടുകൂടെ നീങ്ങിയാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വിമർശനങ്ങൾക്ക് അതീതമായി ജീവിക്കാൻ ഉള്ള സാഹചര്യം നിലവിൽ നമ്മുടെ മഹാരാജ്യത്തെന്നല്ല ഈ ലോകത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുമെന്നും അറിയില്ല. എങ്കിലും ഇത് പ്യുവർലി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളോട് എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്, ഈ വിഷയത്തിലൊരു അഭിപ്രായം പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചവരുണ്ട്, അവരോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും സഹിക്കാൻ അപേക്ഷയോടുകൂടെ ഇന്നത്തേക്ക് വേറൊരു വിഷയമായിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.